ചർച്ച് ടുഡേയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിനി ചാക്കോ. വിവാഹം, പരമ്പരാഗത കുടുംബം, മാതൃത്വം എന്നിവയെക്കുറിച്ചുള്ള കത്തോലിക്ക പാരമ്പര്യം മുറുകെ പിടിച്ച് ഐറിഷ് ജനതയുടെ വോട്ട്. നിർവചനങ്ങൾ മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കം പരാജയപ്പെട്ടു. വിവാഹിതര ബന്ധത്തെ ഉൾപ്പെടുത്തി കുടുംബം എന്ന വാക്കിന്റെ നിർവചനം മാറ്റുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതിക്കെതിരെ 67.7% ഐറിഷ് ജനതയാണ് നിലപാട് ഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി കൊണ്ടുവരുന്നതുമായി അഭിപ്രായം അറിയുന്നതിന് നടത്തിയ റഫറൻഡത്തിലാണ് എതിർപ്പ് പ്രകടമാക്കിയത്. ട്രാൻസ്ജെൻഡർ ഭാഷ ഉപയോഗിച്ചില്ല. മകന്റെ രക്ഷാകർതൃത്വത്തിനായി കോടതി കയറേണ്ടി വന്നു അമേരിക്കയിലെ ഇൻഡ്യാനയിലെ കത്തോലിക്ക ദമ്പതികൾക്ക്. ജെറമി കോക്സ് മേരി ദമ്പതികളുടെ മകൻ തന്നെ അഭിസംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ട സർവനാമം മാതാപിതാക്കൾ നിരസിച്ചതിനെ തുടർന്ന് കോടതി മകന്റെ രക്ഷാകർതൃത്വം ദമ്പതികളിൽ നിന്ന് എടുത്തുമാറ്റി. അവർ ഇപ്പോൾ മകന്റെ രക്ഷാകർതൃത്വം തിരികെ ലഭിക്കാൻ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന ജെൻഡർ ഐഡിയോളജിയെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ നിശിതമായി വിമർശിക്കുന്നു. ജീവനെതിരെ പുതിയ നിയമവുമായി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ. ദയാവധം ഭരണഘടനയിൽ ചേർക്കുന്നതിനെ എതിർത്ത് കത്തോലിക്ക മെത്രാൻ സംഘം. അബോർഷൻ ഭരണഘടനാ വിധേയമാക്കിയ ബിൽ പാസാക്കിയ ശേഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ദയാവധം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ബിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. 13-ാം വയസ്സിൽ മരിച്ച ഫിലിപ്പീൻസുകാരി നീന റൂയിസ് ആബാദ് എന്ന കുട്ടിയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു വത്തിക്കാൻ. നാമകരണ നടപടികൾ പൂർത്തിയായാൽ ഏറ്റവും പ്രായം കുറഞ്ഞ വാഴ്ത്തപ്പെട്ടവളായിത്തീരും നീന റൂയിസ്. ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി എന്ന രോഗം ഉണ്ടായിരുന്ന നീന റൂയിസ് വളരെ ചെറുപ്രായം മുതൽ ദിവ്യകാരുണ്യ ഭക്തയായിരുന്നു. സ്കൂളിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ച നീന റൂയിസിന്റെ കല്ലറയിൽ തീർത്ഥാടകരുടെ തിരക്കാണ്. യുദ്ധം എപ്പോഴും പരാജയമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശുദ്ധ നാട്ടിലും യുക്രൈനിലും ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടിയ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഈ ആഹ്വാനം നൽകിയത്. ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി കാണുന്നതുവരെ നമസ്കാരം.